ഈ MDMA സംഘത്തിന് എന്താണ് ഇദ്ദേഹവുമായിട്ട് ഇത്ര അടുപ്പം? ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ കടത്തുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടാവരുത് എന്നുള്ള, ഞങ്ങൾ അതിൽ വിശ്വാസമില്ല. കാരണം ഈ കടത്തില് അദ്ദേഹത്തിന് പങ്കുണ്ടാവാതിരിക്കണേ എന്ന് ആഗ്രഹിക്കുക ഞങ്ങൾ. കാരണം അതുകൂടി ആയാൽ ഈ കേരളത്തിന് താങ്ങാൻ സാധിക്കില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന്, ഇദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളിൽ നിന്ന് എന്തോ ഒരു വ്യഗ്രത, ഇങ്ങനെ നുണ പറഞ്ഞ് ഇവരെ അങ്ങ് സംരക്ഷിക്കാൻ കാണിക്കുന്ന ഒരു അമിത താല്പര്യം, അത് കാണുമ്പോ മേനോൻ സതീശന്റെ പേര് എന്തായി മാറും? MD സതീശനായി മാറും അല്ലേ? അങ്ങനെ ഒരു MDMA സതീശനായി മാറാനും ഇദ്ദേഹം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു മടിയുമില്ലാതെ നുണ പറയാ, എനിക്ക് ബന്ധമില്ല. ഞാൻ 2023 അടി കിട്ടിയ കുട്ടികളല്ലേ, അവരെ ഒന്ന് കണ്ടതാണ്, വിളിച്ചതാണ്. 2021, 2022, 2023, 2024, 2025, 2026 ഇവരുമായിട്ട് ബന്ധമുണ്ടല്ലോ. ഇതെല്ലാം പകൽ പോലെ വ്യക്തമല്ലേ? നിങ്ങളുടെ ഓഫീസിനകത്ത് നിങ്ങളുടെ ചിത്രങ്ങൾക്ക് മുമ്പിൽ കസേരയിലിരുന്ന് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയല്ലേ? നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നത്? ഈ കേരളത്തിലാകെ നവമാധ്യമങ്ങളിൽ ഇപ്പോ വല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതെങ്കിലും പെൺകുട്ടികൾ അല്ലെങ്കിൽ ആരെങ്കിലും കേരളത്തിലെ UDF-നെ വിമർശിച്ചാൽ തെറി വരിക, തോന്നിയത് വിളിച്ചു പറയുക, എന്തും പറയുക. അവസാനം ആ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിൽപ്പെട്ടവർ അവരുടെ മോള് വിഴിഞ്ഞത്തെ ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പത്രക്കാരോട് സംസാരിച്ചു. നിങ്ങൾ ആരെങ്കിലും, ഈ പറവൂരുകാരെങ്കിലും അതിന്റെ അടിയിലുള്ള ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അച്ഛനെ നഷ്ടപ്പെട്ടിട്ട് ഒരു മറുപടിയുമില്ല ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും സിസ്റ്റത്തെ കുറിച്ച്, ഗവൺമെന്റിനെ കുറിച്ച് സംസാരിച്ച ആ പെൺകുട്ടിക്കെതിരെ എത്ര മോശമായ രീതിയിലാണ് കമന്റുകൾ. ആരാ ഈ കമന്റുകൾക്ക് പിന്നിൽ? ഇപ്പോ ഞങ്ങൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, ഈ കേരളം ഉറച്ചു വിശ്വസിക്കുന്നു, ഈ VD സതീശന്റെ സോഷ്യൽ മീഡിയ ഗുണ്ടകളാണ്, ഈ MDMA ഗുണ്ടകളാണ് ഈ കേരളത്തിൽ ഈ തെറികളെല്ലാം ഉൽപ്പാദിപ്പിച്ചു വിടുന്നത്. ഈ തെറികളുടെ ഉപജ്ഞാതാക്കൾ ഈ MDMA ഗുണ്ടകളാണ്. സതീശനോട്, ഈ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് വളരെ വിനയത്തോട് കൂടി പറയാനുള്ളത്, ഒരു തലമുറയെ നിങ്ങൾ നശിപ്പിക്കരുത്, ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കരുത്. ഇവിടെ ഇപ്പൊ നിഖിൽ പറഞ്ഞല്ലോ, 7, 8, 9 ജില്ലകളിലൊക്കെ വിതരണം ചെയ്യുന്നവരായി ഇവര്. കൈ കാണിച്ചാൽ അവർക്ക് മുമ്പിൽ പോലീസുകൾ, പിന്നെ ആ പോലീസുകാരെ കൈ അങ്ങ് പിറകോട്ട് വലിക്കുക. ഇപ്പൊ ഞങ്ങളെ ആക്രമിക്കാൻ വന്നല്ലോ, ഞങ്ങൾക്ക് നേരെ ജലപീരങ്കി നേരെ തന്നെ വെക്കണം. ഇപ്പൊ രഞ്ജിത്ത് പറയാ, നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരിക, നിങ്ങൾ വെച്ചോ. നിങ്ങൾ ജലപീരങ്കിയല്ല, കൂത്തുപറമ്പിൽ ഞങ്ങളുടെ DYFIക്കാർക്ക് മുമ്പിൽ വെടിവെച്ചിട്ട് പുറകോട്ട് പോകാത്തവരുടെ പ്രസ്ഥാനമാണ് ഈ DYFI. നിങ്ങൾ ഈ ജലപീരങ്കിയും 10 പോലീസിനെയും വെച്ചിട്ട് ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ നുണേശനെ എല്ലാ കാലവും സംരക്ഷിക്കാമെന്ന് നിങ്ങൾ തെറ്റായി ധരിക്കരുത്. ഞങ്ങൾ അകത്ത് കയറണമെന്ന് തീരുമാനിച്ച് ഒരു വരവ് വന്നാൽ ഈ പോലീസ് തികയാതെ വരും എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഞങ്ങളിപ്പോ വന്നത് നിങ്ങളുടെ UDF-ന്റെ, മുസ്ലിം ലീഗിന്റെ, ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ ഈ കേരളത്തിന്റെ അവസ്ഥ ചൂണ്ടിക്കാണിക്കാനാ. ഈ നാട് ചർച്ച ചെയ്യണം. ഈ MDMA സംഘത്തിന് ഇദ്ദേഹമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധത്തെ നുണ പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യാണ്? ന്യായീകരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ഇനിയും ഈ ലഹരി മാഫിയ സംഘങ്ങൾക്ക് അതൊരു പ്രോത്സാഹനമാകില്ലേ? ഈ യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിക്കുന്നവരുടെ ചെയ്തികൾ നമുക്ക് നന്നായിട്ട് അറിയാലോ. അവരുടെ നേതാക്കന്മാരുടെയും അവരുടെ പ്രവർത്തകരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് നന്നായിട്ട് ബോധ്യമുള്ളതല്ലേ. അവർക്ക് ഇങ്ങനെ ഒരു നുണയുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ, കേരളത്തിന്റെ തലവന്റെ, മുഖ്യമന്ത്രിയുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ എവിടേക്കാണ് നമ്മുടെ നാട് പോവുക? അതുണ്ടാവാൻ പാടില്ല.